കേവല ഭൂരിപക്ഷം നേടുന്നതിൽ പരാജയപ്പെട്ടതോടെ മൂന്നാം മോദി സർക്കാർ രൂപീകരിക്കാൻ ബി.ജെ.പിക്ക് സഖ്യകക്ഷികളുടെ സഹായം വേണം. ഇക്കൂട്ടത്തിൽ ബി.ജെ.പി കൂടുതൽ ആശ്രയിക്കുക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് ചാണക്യന്മാരെയാകും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയും ആന്ധ്ര മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെയും. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടു നേതാക്കൾക്കും ഇനി ഇന്ത്യൻ ഭരണത്തിൽ നിർണായക റോൾ ഉണ്ടായിരിക്കും എന്ന് സാരം. നിതീഷിന്റെ ജനതാദൾ യു, നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി എന്നിവർ NDA സഖ്യത്തിലുള്ളവരാണ്. എങ്കിലും അവസരവാദ രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യന്മാരായ രണ്ടുപേർ തങ്ങൾക്ക് അനുകൂലമായി വീശുന്ന കാറ്റിൽ പരമാവധി നേട്ടങ്ങൾക്കായി മുതിരുമെന്നതിലും ഒരു സംശയവും വേണ്ട. ഇക്കുറി ഒറ്റയ്ക്ക് 400-ന് മുകളിൽ പ്രതീക്ഷിച്ച ബി.ജെ.പിക്ക് ആകെ കിട്ടിയത് 240 സീറ്റുകളാണ്. 272 എന്ന കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റുകൾ അകലെ അവർക്ക് നിൽക്കേണ്ടി വന്നിരിക്കുകയാണ്. ആന്ധ്രയിൽ TDP 16 സീറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ബീഹാറിൽ JDU 12 സീറ്റുകളിലും വിജയിച്ചു. ഈ രണ്ടു പാർട്ടികളും നൽകുന്ന 28 സീറ്റുകളുടെ പിന്തുണയോടെ മോദിയെ മൂന്നാം വട്ടവും അധികാര കസേരയിൽ കയറ്റാൻ നായിഡു നിതീഷുമാർക്ക് കഴിയും. അങ്ങനെ കഴിയുന്നതിലൂടെ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർമാരാവുകയും ചെയ്യും. പക്ഷേ ചില കാര്യങ്ങളിൽ മോദി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതായത് മോദിയുടെ വലം കൈയായി നിൽക്കുന്ന അമിത്ഷായ്ക്ക് ആഭ്യന്തരം നൽകരുത്. അങ്ങനെ സംഭവിച്ചാൽ കളി മാറുമെന്നാണ് TDP പറയുന്നത്. അതിനർത്ഥം ഷാ പുറത്തുനിന്ന് കളി കണ്ടാൽ മതി, അകത്തുനിന്ന് കളിക്കാൻ ഞങ്ങളുണ്ട് എന്നാണ് TDP പറയുന്നത്. ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ബി.ജെ.പിക്ക് 8-ന്റെ പണി തന്നെ കിട്ടുമെന്നതിലും സംശയം വേണ്ട. ആന്ധ്രയിലും അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒരുപോലെ പ്രതാപിയായിരുന്ന ഒരു കാലം ചന്ദ്രബാബു നായിഡുവിന് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അയാൾ താഴേക്ക് പതിച്ചുവെങ്കിലും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആവശ്യങ്ങളും വലുതാണ്. ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി യുഗത്തിന് അന്ത്യമായിരിക്കുന്നു. മുഖ്യമന്ത്രി കസേരയിൽ തിരിച്ചെത്താൻ TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ഒരുങ്ങിക്കഴിഞ്ഞു. ജൂൺ 9-ന് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. നിയമസഭയിൽ 18 സീറ്റിൽ ഒതുങ്ങിയത് YSR കോൺഗ്രസ് പാർട്ടിക്കും സിറ്റിംഗ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കും നൽകുന്ന പ്രഹരം ചെറുതായിരിക്കില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ബി.ജെ.പിക്ക് തനിച്ചു ഭൂരിപക്ഷം നേടാനായില്ലെങ്കിൽ TDPയുടെ വിലപേശൽ ശക്തി വർദ്ധിക്കും. TDP പാർട്ടി ആസ്ഥാനത്ത് ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ്.